മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് കോൺട്രാക്ടർമാരെയും ഉദ്യോഗസ്ഥന്മാരെയും എഞ്ചിനീയർമാരെയും അതേപോലെ തന്നെ മാധ്യമങ്ങളെയും വിളിച്ചുകൊണ്ടൊരു ചർച്ച, കേരളത്തിന്റെ പൊതുജനം കാണുന്ന തരത്തിലൊരു ചർച്ച നടന്നിരിക്കുന്നു നമ്മുടെ തലസ്ഥാന നഗരിയില്. ഞാൻ മറ്റു കോർപ്പറേഷനിലെ മേയർമാരെ വെല്ലുവിളിക്കുക, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയതുപോലെ ഒരു തുറന്ന ചർച്ച കോൺട്രാക്ടർമാരെ വിളിച്ചുകൊണ്ട് നടത്താൻ സാധിക്കുമോ? കേരളത്തിലെ മറ്റു പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെയും കൃത്യമായിട്ട് വെല്ലുവിളിക്കുക. ധൈര്യമുണ്ടോ? ഇത് വെറുതെ ഒന്നും വെല്ലുവിളിക്കല്ല. രാഷ്ട്രീയ നേതാക്കന്മാർ തങ്ങളുടെ പോക്കറ്റിലേക്ക് പണം എത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു വേ എന്ന് പറയുന്നത് കോൺട്രാക്ടർമാരിൽ, അതായത് നമ്മുടെ നാട്ടിലെ റോഡുകള്, നമ്മുടെ നാട്ടിലെ സകല നിർമ്മാണ പ്രവർത്തികളിലും ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞ് പോക്കറ്റിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാര് വാങ്ങാറുണ്ട്. അതിന് പോലും ഒരു മാറ്റം തലസ്ഥാന നഗരിയിൽ വരുത്തിയിരിക്കുന്നു. സകല കോൺട്രാക്ടർമാരെയും വിളിച്ചു വരുത്തിയിട്ട് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുക. തിരുവനന്തപുരം മേയർ ആ ഒരു മീറ്റിംഗിൽ പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. കോൺട്രാക്ടർമാരുടെ മേഖലയിലേക്ക് ഞങ്ങൾ കുറച്ച് കോൺട്രാക്ടർമാർ ഇവിടെ ഉണ്ട്, ഇവിടേക്ക് ആരും കടന്നു വരണ്ട എന്നുള്ള അഭിപ്രായമാണ് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാലം ആർക്ക് വേണ്ടി മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ കാലം തന്നെ നമ്മളെയൊക്കെ തന്നെ മാറ്റിമറിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരട്ടെ, പ്രവൃത്തി ചെയ്യാൻ തയ്യാറുള്ള ആര് വരും. ഞങ്ങളൊരു 5-6 പേർ മാത്രം കോർപ്പറേഷനിൽ വന്ന് സെക്ഷനിലേക്ക് കണ്ട് ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ട് ഞങ്ങൾ 2-3 പേര് കൂടി അതങ്ങ് നടത്തിക്കൊണ്ട് പോകാമെന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടത്താൻ വേണ്ടി വിട്ടുതരാൻ വേണ്ടി അല്ല ജനങ്ങൾ ജയിപ്പിച്ചിട്ടുള്ളത്. പിന്നെ കോൺട്രാക്ടർമാർ ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാർ ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇത് ഏത് ലോകത്തായത് വെള്ളരിക്കപ്പെടണമാണ്. ജനങ്ങൾ നാട് ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കണം നാട് ഭരിക്കുന്നത്. എവിടെയെങ്കിലും അങ്ങനെ കോൺട്രാക്ടർമാരോ ഉദ്യോഗസ്ഥന്മാരോ നയിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സിസ്റ്റം അവസാനിച്ചിരിക്കുന്നതാണ് പറയാനുള്ളത്. രാഷ്ട്രീയ നേതാക്കന്മാരെ ജനങ്ങൾ ജയിപ്പിക്കുന്നത് നാട് ഭരിപ്പിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല, ഞാൻ വസ്തുതയാണ് സംസാരിക്കുന്നത്. ഇന്ന ഉദ്യോഗസ്ഥൻ ഇന്നടത്ത് വെച്ച് തരണം എന്ന് കോൺട്രാക്ടർമാർ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഒരു ബിൽഡർ വന്നിട്ട് ഇന്ന ഉദ്യോഗസ്ഥനെ ഇന്ന AEC ഇന്നടത്ത് വെച്ചേരണമെന്ന് മേയറോട് ആവശ്യപ്പെടാൻ കണക്കിലുള്ള ധൈര്യത്തിലേക്ക് നമ്മളെ സിസ്റ്റം അധപ്പതിച്ചിരിക്കുന്നുവെങ്കിൽ ആ സിസ്റ്റത്തെ അടിമുറി മാറ്റിപ്പറിക്കണം. അങ്ങനെയൊന്നും ഒരു സിസ്റ്റം വിട്ടുകൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ കോൺട്രാക്ടർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്രണ്ട് എഞ്ചിനീയർ ബഹുമാനപ്പെട്ട അദ്ദേഹം ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓർക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്, അതിന് ശേഷം നടന്ന എഞ്ചിനീയറിംഗ് സെക്ഷനിലെ മീറ്റിംഗ് ആണെന്ന് അറിയില്ല. ചില ക്ലർക്കുമാർക്ക് സ്ഥിരമായിട്ട് ക്ലർക്കിൽ മിസ്റ്റേക്ക് വരും. കോൺട്രാക്ടർമാർ ബില്ല് കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ഒരു നമ്പർ മാറിപ്പോ അക്കൗണ്ടിന്റെ. ഇതെങ്ങനെയാണ്? ഞാൻ SCയോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? എല്ലാവർക്കും അല്ല, ചില ക്ലർക്കന്മാർക്ക് കോൺട്രാക്ടർമാർ ബില്ലോ അവരുടെ ഡോക്യുമെന്റ്സ് കൊണ്ട് കൊടുക്കുമ്പോൾ ഒന്നേ മാറുള്ളൂ. അപ്പോൾ ഒരുപാട് മാറി കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ 1 ഇട്ടത് 9 ആയിപ്പോയി, ഇല്ലെങ്കിൽ 8 ഇട്ടത് 0 ആയിപ്പോയി, അല്ലെങ്കിൽ 0 ഇട്ടത് 8 ആയിപ്പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കറിയാം ഇത് അവിടെ പോകുമ്പോൾ അവന്റെ ജന്മത്ത് പാസ്സാവുകയില്ല. അത് പിന്നെ പോയി എല്ലാ നൂലാമാലകളും കഴിഞ്ഞ് എല്ലാ ടേബിളിലും ഉള്ള മാമൂല കഴിഞ്ഞ് തിരിച്ച് എന്റെ അടുത്ത് തന്നെ വരും. ഞാൻ ഒരു കാര്യം പറയാം, അത്തരത്തിൽ കോൺട്രാക്ടർമാരെ വട്ടം ചുറ്റിക്കാൻ വേണ്ടി ക്ലർക്കൽ മിസ്റ്റേക്ക് വരുത്തുന്ന ക്ലർക്കുമാരോട് ഞാൻ പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ കസേരയിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല എന്ന് ഒരു ആശങ്കയ്ക്കും ഇടവരുത്താതെ വിധം മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ കേരളത്തില് ഒരു പുതു ചരിത്രം പിറന്നതാ നമ്മൾ ഈ കേട്ടിട്ടുള്ളത്. ചരിത്രത്തിലാദ്യമായിട്ടാ സകല കോൺട്രാക്ടർമാരോടും അവരോട് കാര്യങ്ങൾ തുറന്നു പറയുന്നു. നിങ്ങൾ സകല കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിച്ചു തരും. എത്ര സുന്ദരമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ മേയറുടെ അടുത്തേക്കോ ഏതെങ്കിലും കോൺട്രാക്ടർമാർ വന്നിട്ടുണ്ടാവും, ഇന്ന ഉദ്യോഗസ്ഥരെ ഇന്ന സ്ഥലത്തേക്ക് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇതുപോലൊരു മീറ്റിംഗ് നടത്തിയത്. കാരണം അത്തരം കോൺട്രാക്ടർമാരൊക്കെ ഇക്കാലം അത്രയും ആര് കോർപ്പറേഷൻ ഭരിച്ചാലും മേയറുടെ അടുത്ത് വരും, ഇന്ന ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്ക് തരണമെന്ന് പറയും. കോൺട്രാക്ടർ വേണ്ടത് എന്താണോ അത് മേയർക്ക് കൊടുക്കുന്നൊരു ശൈലിയായിരുന്നു ഇത്രയും കാലം. അതിലൊക്കെയാണ് ഒരു മാറ്റം. മേയറുടെ അടുത്തേക്ക് ഇന്ന ഉദ്യോഗസ്ഥരെ വെച്ച് തരണമെന്ന് പറഞ്ഞ കോൺട്രാക്ടറെ ഉൾപ്പെടെ, അതായത് വസ്തുതയാണ് സംസാരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മേയർ എടുത്തു പറയുന്നുണ്ട്. വ്യക്തമായിട്ട് മേയർ പറഞ്ഞു, ഇനി അതൊന്നും നടപ്പില്ല. കോൺട്രാക്ടർമാര് വന്നിട്ട് ഇന്ന ആളെ വെച്ച് തരാനൊക്കെ പറയാൻ എന്ത് അധികാരമാണ് കോൺട്രാക്ടർമാർക്ക് എന്ന് വ്യക്തമായിട്ട് ചോദിക്കുക. ബോധമുള്ള സകല മലയാളികളും ഇതിനൊക്കെ കൈയടിക്കൂ. കാരണം എന്താ, ഇത്രയും കാലം ഇത്തരത്തിലുള്ള ഒരു സാധനം പുറത്തേക്ക് ഒരു മേയറും പറഞ്ഞിട്ടില്ല, ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞിട്ടില്ല. കോൺട്രാക്ടർമാരോട് പണം വാങ്ങുന്നവരാണ് ഇവിടെയുള്ള 90% കൗൺസിലർമാരും 90% രാഷ്ട്രീയ നേതാക്കന്മാരും എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്.
അതൊരു രഹസ്യമായ പരസ്യമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. അതിന്റെ കടക്കലും മേയർ കത്തിവെച്ചിരിക്കുന്നു. അതായത് തുറന്ന പുസ്തകമാണ് എന്റെ രാഷ്ട്രീയ ജീവിതം എന്ന് മേയർ വിളിച്ചു പറയുന്ന ഒരു സുന്ദരമായ നിലപാടല്ലേ പ്രഖ്യാപിച്ചത്. കോൺട്രാക്ടർമാർ അവരുടെ നേരായ മാർഗത്തിൽ പോവുക. പിന്നെ എടുത്തു പറഞ്ഞു, ചില കുത്തക കോൺട്രാക്ടർമാരുണ്ട്, മറ്റാരെയും അനുവദിക്കാതെ അതും നടപ്പില്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാ. നമ്മുടെ നാടിന്റെ പുരോഗതി, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാർക്കും ഒക്കെ നല്ല പങ്കുണ്ട്. ഇവരൊന്ന് വൈകിപ്പിക്കുമ്പോ നമ്മുടെ മുന്നോട്ട് പോക്ക് വളരെ പതുക്കെയാവുന്നുണ്ട്. ഒരു റോഡ് നിർമ്മാണം അത് 5-10 കൊല്ലത്തേക്ക് വൈകിപ്പിക്കും. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ലാത്ത തരത്തിലുള്ള കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാല് ആ ഉദ്യോഗസ്ഥന്മാർ ഒരക്കം മാറ്റിയ 2 അക്കം മാറ്റിയ വേറെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ആ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നെറുകേടും അനുവദിക്കില്ല. മേയർക്ക് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. കോൺട്രാക്ടർമാർ അവരുടെ നേരായ മാർഗത്തിൽ മുന്നോട്ട് പോവുക, എഞ്ചിനീയർമാർ നേരായ മാർഗത്തിൽ പോവുക, ഉദ്യോഗസ്ഥന്മാർ നേരായ മാർഗത്തിൽ പോവുക. എല്ലാവരും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് നാടിന്റെ പുരോഗതിക്ക് ഒരുമിച്ച് നിൽക്കുക എന്ന് കൃത്യമായിട്ട് മേയർ സന്ദേശം കൊടുക്കുക. ഒരു നയാ പൈസ ഒരു സ്ഥലത്തും ഒരു കോൺട്രാക്ടറും കൊടുക്കരുത് എന്നുള്ളത് കൂടി കൃത്യമായിട്ടൊരു സന്ദേശം മേയർ കൊടുക്കുക. ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ കേരളത്തിൽ, അതും തലസ്ഥാന നഗരിയിൽ മുന്നോട്ട് പോകുമ്പോൾ മലയാളികൾ ഒന്നടങ്കം ഇതിന് കൈയടിക്കുക. ഇനി നമ്മുടെ കേരളത്തിലെ മറ്റു പഞ്ചായത്തുകളില്, മറ്റു കോർപ്പറേഷനുകളില്, മറ്റു മുനിസിപ്പാലിറ്റികളില് ഇതുപോലെ കോൺട്രാക്ടർമാരെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയണോ? UDF ഭരിക്കുന്നിടത്തോ LDF ഭരിക്കുന്നിടത്തോ ഇത്തരത്തിൽ കോൺട്രാക്ടർമാരെ വിളിച്ച് കോൺട്രാക്ടർമാരെ ഞെട്ടിക്കാൻ പറ്റുമോ? ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഉദ്യോഗസ്ഥന്മാരെ ഞെട്ടിക്കാൻ പറ്റുമോ? ഈ എഞ്ചിനീയർമാരെ വിളിച്ച് എഞ്ചിനീയർമാരെ ഞെട്ടിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ഇവരൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ കള്ള കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യ. ഇനി തട്ടിപ്പ് പണികൾ എടുത്താൽ എന്താണ് അവസ്ഥ എന്നുള്ളത് മേയർ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ. മരാമത്ത് വർക്കിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. സർക്കാർ നിശ്ചയിക്കുമ്പോഴേക്കും ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് അത് ലാഭം അതിലുണ്ടാവും. അങ്ങനെ ലാഭം കിട്ടില്ല എന്നുള്ള വർക്കുകൾ നിങ്ങൾ എടുക്കണ്ട. ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട്, അല്ലാതെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഉള്ള ലാഭത്തിനെ കുറിച്ച് അല്ല സർക്കാർ പറയുന്നത്. ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട്. അതുകൊണ്ട് കാരണം ലാബ് ടെസ്റ്റിന് പോകും. ലാബ് ടെസ്റ്റിന് പോയിട്ട് അത് ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ വിജിലൻസ് അന്വേഷണത്തിന് പോകും. ദയവ് ചെയ്ത് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവരുത്. കോൺട്രാക്ടർമാർ എവിടെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല, മനഃപൂർവ്വം അവരറിഞ്ഞുകൊണ്ടോ അറിയാതെയോ, ഒരു പക്ഷേ അന്വേഷണം പ്രതീക്ഷിക്കാതെ ആയിരിക്കും, വിഴിഞ്ഞത്ത് ഒരു ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ക്രൂരമാണ് ആ കാട്ടിയത്. ആ കാണിച്ചവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി നിയമം നൽകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കൃത്യമായിട്ട് 4 കൊല്ലം കഴിയുമ്പോഴേക്കും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന, തലയിൽ വീഴുന്ന കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിച്ചയാൾ ഈ പ്രവൃത്തി ഇനി ചെയ്യാൻ വേണ്ടി യോഗ്യനാണോ ഇല്ലേ എന്നുള്ള കാര്യം നിയമ സംവിധാനങ്ങൾ. നിങ്ങൾ കേട്ടില്ലേ? ഇത്തരത്തിലൊക്കെ നിലപാട് പ്രഖ്യാപിക്കാന് ഒരു കോൺട്രാക്ടർമാരിൽ നിന്നും ഒരു നയാ പൈസ വാങ്ങാത്ത ഒരു നേതാവിനെ ഇതൊക്കെ വിളിച്ചു പറയാൻ സാധിക്കൂ? ഈ വിഴിഞ്ഞം ഫ്ലാറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞതൊക്കെയായി ബന്ധപ്പെട്ട്, ഓരോ ഭാഗങ്ങൾ പൊളിഞ്ഞതൊക്കെയായി ബന്ധപ്പെട്ട് അവിടെയുള്ള മതഭേദമന്യേ സകല ജനങ്ങളും മേയറിൽ പ്രതീക്ഷയുണ്ട് എന്നുള്ളത്, അത് വീണ്ടും ആ പ്രതീക്ഷ സാധാരണക്കാർക്ക് വർദ്ധിക്കാം. മേയർ വെറുതെ അവിടെ പോയിട്ട് സന്ദർശിച്ച് തിരിച്ചു വന്നതല്ല. ആ ഫ്ലാറ്റ് നിർമ്മിച്ച കോൺട്രാക്ടർമാര് മുതലേ സകലരും നിയമത്തിനു ഉത്തരം പറയണമെന്ന് നിരന്തരം മേയർ പറയാ. സകല കോൺട്രാക്ടർമാരെയും ഇരുത്തിക്കൊണ്ട മേയർ ഈ ഒരു ഞെട്ടിക്കൽ തന്നെ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ തട്ടിപ്പ് നടത്തിയാൽ ഒരുത്തരെയും വെറുതെ വിടില്ല. ഇത് പൊതുപണമാണ്, പൊതുവികസനമാണ്. ഒരു തട്ടിപ്പും അനുവദിക്കില്ല. ഒരു തരത്തിലുള്ള സമയം വൈകിപ്പിക്കലും അനുവദിക്കില്ല. ഉദ്യോഗസ്ഥന്മാരെ ഒരു തട്ടിപ്പും നടത്തില്ല. ഇതൊക്കെ സകലരെയും വിളിച്ച് ഇതുപോലെ പ്രഖ്യാപിക്കുമ്പോ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേരളത്തിൽ അധികം വൈകാതെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തും. കാരണം ഇതുപോലൊരു കോർപ്പറേഷൻ മേയറെയൊന്നും കേരള ചരിത്രത്തിൽ ഇന്നേ വരെ UDFലോ LDFലോ മലയാളികൾ കണ്ടിട്ടില്ല. ഈ മേയറെ പോലെയുള്ള ആളുകളെയാണ് കേരളത്തിൽ ഒന്നടങ്കം വരേണ്ടത് എന്നുള്ളത് ബോധമുള്ള സകല മലയാളികളും ഒരേ സ്വരത്തിൽ പറയുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.